ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ചുട്ട് പൊള്ളിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നാടിൻ്റെ അവസ്ഥ പറയാവുന്നതല്ല, ഇന്ന് ഷെഡ്യൂളിലില്ലാത്തൊരു വീഡിയോ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ പുഷ്പ 2ൻ്റെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മലയാളം വേർഷൻ ഒരു 4 മിനിറ്റോളം ഉണ്ട്. അതിൻ്റെ ഒരു റിയാക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് പാട്ടും, നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിക്ക് കടന്നാലോ? എന്നാൽ പിന്നെ റെഡി. അപ്പോൾ നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യാം. മലയാളം വെർഷനാണ്, നോക്കി നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. പുഷ്പ 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 താടിയൊന്നു തടവുമ്പോൾ ഈ നാടും വിളകിയിടുന്നേ. ഇപ്പോൾ ഉയർത്തി നടന്നിടുമ്പോൾ ഭൂമി കിടകൊള്ളുന്നേ. ആകാശത്തിൻ ഉയരം കൂട്ടേണേ. നിന്നെ അളക്കാൻ കടലിൻ ആഴം മതിയാതില്ലെന്നേ. കുറേ നേരം പുഷ്പ പുഷ്പ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ ലിറിക്കും വരുന്നുണ്ടല്ലേ ഇടയിൽ. നോക്കി നോക്കാം, നമുക്ക് ഫ്രണ്ടിലോട്ട് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട്. ഓക്കെ, പുഷ്പ 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 എന്താ പറയുക, സിഗ്നേച്ചർ മൂവ് അടിപൊളിയായിട്ടില്ലേ? അപ്പം ചേഞ്ച് ചെയ്ത് മറ്റേ കണ്ണിൽ കർപ്പൂര ദീപമാ അതിലുണ്ടായിരുന്നു മാറ്റിയിട്ട് ഇപ്പം പുഷ്പ 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 രാജ് എന്നാക്കിയിട്ടുണ്ട് മുക്തി. സംഭവം അല്ലു അർജുൻ്റെ മാതിരി ഡാൻസ് കളിക്കാൻ അല്ലു അർജുൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. സൗത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസർ എന്ന് പറയാം. എല്ലാവരെയും റെസ്പെക്റ്റോ ചില കാര്യങ്ങൾ അറിയില്ല, കേൾക്കാറില്ല, തോന്നാറില്ല, പിന്തിരിയാൻ പണ്ടേ തോന്നാറില്ല. എല്ലാം ഉണ്ട് റെസ്പെക്ട്, എല്ലാ ചിലതോ ഇല്ല, ഭയമേ ഇല്ല, ദുഃഖമില്ല, എതിരെ അവരെ വെല്ലുവിളിക്കാം. ഈ മലയാളത്തിലേക്ക് ഇതൊക്കെ ഡബ് ചെയ്യണമെന്ന് സമ്മതിക്കണം കേട്ടോ. എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാൽ ചിലതില്ല. ഇങ്ങനെ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ മലയാളികളായ നമ്മളൊക്കെ എന്ത് വിചാരിക്കും ദൈവമേ. ഭയമേ ഇല്ല എന്നാണ് പറഞ്ഞു തന്നെ. ഭാഗ്യം കണ്ടിന്യൂസ് പാടുപെട്ടുണ്ടാവും സംഭവം. ചിലത് ഈ ഒറിജിനൽ ലാംഗ്വേജ് എനിക്ക് തെലുങ്ക് അത്ര വലിയ വശമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒറിജിനൽ ലാംഗ്വേജിൽ കേട്ട് പറഞ്ഞിട്ടുണ്ടാവും. ബീറ്റ് ദേവി ശ്രീപ്രസാദിൻ്റെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒക്കെ കൂടുതലും ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ സോങ്സ് ആണല്ലോ വരുന്നത്. ആ ഒരു ജോണറിൽ തന്നെ പെട്ട സോങ്ങാണ്. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാൻ നമുക്ക്. പുഷ്പയ്ക്ക് ചിലതില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, അവന് പേടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് വായിക്കാം. പുഷ്പ 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 രാജ് പുഷ്പ 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 രാജ് പുഷ്പ 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 രാജ് പുഷ്പ 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 ഇപ്പം ഈ കഴിഞ്ഞ ലിറിക്സ് അടിപൊളിയായിട്ടുണ്ടല്ലേ. മറ്റേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഞ്ച് ഡയലോഗ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. മറ്റേ അമ്മയുടെ കാലത്ത് തോന്നുന്നത് ആ സീനൊക്കെ, അതൊക്കെ ആ ഒരു ലിറിക്സൊക്കെ നന്നായിട്ടുണ്ട്. മലയാളത്തിൽ വലിയ മോശമില്ല. പിന്നെ ആ സിഗ്നേച്ചർ സ്റ്റെപ്പിൻ്റെ ഇടയിൽ അവന് ഒരു ഫോൺ എടുക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ? ഇത് കല്ലുവിനെ കൊണ്ടേ പറ്റുള്ളൂ. ഈ മസാലപ്പടം മാസ് മസാല കാണിക്കാൻ തെലുങ്ക് സിനിമ കഴിഞ്ഞിട്ട് ഉള്ളൂ. അത് മലയാളികൾ നമുക്കും അത് നമ്മളതിൽ അല്ലുവിൻ്റെ കാര്യത്തിൽ നമ്മളത് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ് സത്യം. ക്ലാസിക് സിനിമകളും വരുന്നുണ്ട് തെലുങ്കിൽ, ഇല്ല എന്നല്ല. പക്ഷേ ഇതൊരു
ശരിക്കും ഒരു മാസ് മസാല എൻ്റർടൈനർ ആണെന്നുള്ളത് ഈ പാട്ട് കേട്ടാൽ തന്നെ അറിയാം. എന്നാൽ കുറച്ചും കൂടിയും മസാല കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സിനിമ കണ്ടാൽ കൂടുതൽ അറിയാം. ബാക്കിയും കൂടി കേൾക്കാം നമുക്ക് എന്തായാലും. മേലെ കാലേന്തി ഇരിക്കുകയാണെങ്കിൽ പാറക്കല്ല് പോലും പിന്നിടുന്നൊരു സിംഹാസനമല്ലോ. വേറെ സിംഹാസനങ്ങളെല്ലാമേ പാറയാണല്ലോ. കയ്യിൽ കൈകൾ വെച്ചൊരു സത്യമിവനും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തോക്കിൽ നിന്നും പായും തീയുണ്ട പോലെ ഇടുവാക്കിൽ നിന്നൊരു നാളും പിന്മാറില്ലല്ലോ. പുഷ്പ 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 അന്ത്യം കഴിഞ്ഞിട്ട് വരുന്ന 2 മെയിൻ, അതായത് ചരണം അനുപല്ലവി എന്നൊക്കെ നമ്മൾ പറയില്ല, അതിലെ ലിറിക്സൊക്കെ മലയാളം അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവൻ്റെ സ്റ്റെപ്സ് അടിപൊളിയാണ്, ഫോട്ടോഗ്രാഫിയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് ഇപ്പോൾ ഇതിൽ ലിറിക്കൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷ്വൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വിചാരിച്ചേക്കാളും കുറച്ച് മേലെയാണ് പാട്ട്. ഒരു നല്ലൊരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ എന്നാൽ അത്ര ഗംഭീരം ഒന്നും പറയാനില്ല. ഇനി അടുത്ത സിംഗിൾസ് വരുമ്പോൾ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫൈനൽ സെക്ഷനിലേക്ക് കിടക്കാം. പറയാതിരിക്കാൻ പറ്റില്ല, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഈ സ്റ്റെപ്പ് കുറേ പേര് പരിശ്രമിക്കും. ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് വരെ നമ്മുടെ ഈ മൂവീസെല്ലാം ഹിന്ദിയിൽ, അതായത് പാൻ ഇന്ത്യ റേഞ്ചിൽ സൗത്ത് ഇന്ത്യൻ മൂവീസുകളൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഹിന്ദിയിലൊക്കെ വരുന്ന കാരണം അവർ വരെ ട്രൈ ചെയ്യും. ഈ മറ്റേ ചായ ഗ്ലാസ് പറഞ്ഞു പിടിക്കുന്ന പരിപാടിയൊക്കെ സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, കുറേ പേര് റീൽസിൽ നിന്ന് പൈസ ഉണ്ടാക്കും, യൂട്യൂബിലും പൈസ ഉണ്ടാക്കി ഈ സ്റ്റെപ്പ് വെച്ചിട്ട്. നമുക്ക് ചട്ടം പീസൊക്കെ ചെയ്യുമോ നോക്കി നോക്കാം. ഒരിക്കലും ഞാൻ താഴത്തില്ലടാ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? 15 ഓഗസ്റ്റ് 2024 മൂവി റിലീസ്. അപ്പോൾ അതിന് മുമ്പേ പ്രമോഷൻസൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ലിറിക്കൽ വീഡിയോ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നിയത് ഈ പുഷ്പ എന്ന് പറയുന്നത് കുറച്ച്, അതായത് നമുക്ക് ആ ഒരു പേര് നമ്മുടെ മനസ്സിൽ തങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ ഈ ആൾ ചെയ്തിരിക്കുന്നത്. ആ പുഷ്പ എന്ന് പറഞ്ഞാൽ ഈ വേർഡ് നമ്മുടെ കാതിൽ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ പുഷ്പ എന്നാണല്ലോ സിനിമയിലും വരുന്നത് റോൾ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മാതിരിയാണ് പുഷ്പ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതായത് ഞാൻ പറഞ്ഞില്ല, പാട്ട് സൗണ്ട് വൈസൊക്കെ ഓക്കെയാണ്, നല്ല ഒരു ബീറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ആ ഒരു പഞ്ചും ഉണ്ട് അതിന്. ഇനി നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോ വരുമ്പോൾ, അതായത് അതിൻ്റെ ആക്ച്വൽ വീഡിയോ വരുമ്പോൾ നമുക്കറിയാം. ഇതിലെന്തായാലും അല്ലുവിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. അതിൽ ആ ഫസ്റ്റ് പുഷ്പയിലെ ആ ഒരു ചേഞ്ച് വരുത്തിയ സ്റ്റെപ്പും പിന്നെ ആ നമ്മുടെ ചായ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സ്റ്റെപ്പൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ദേവി ശ്രീ പ്രസാദ് ആൻഡ് ടീം, പുഷ്പ 2 ആൻഡ് ടീമിന് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് മറക്കാതെ രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകൾ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാണുന്ന പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.